ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. 5 പ്ലാന്റ്സ്, 5 ഫ്ലവറിങ് പ്ലാന്റ്സ് 499 രൂപയ്ക്ക്. നല്ല മനോഹരമായ പൂക്കൾ എപ്പോഴും തന്നെ വിരിയുന്ന ചെടികളാണ് ഇവയെല്ലാം. അതിൽ നമുക്ക് ഫസ്റ്റ് യെല്ലോ മെലസ്റ്റോമ നോക്കാം. യെല്ലോ മെലസ്റ്റോമ ഒരു കുറ്റിച്ചെടിയാണ്. ലോങ് ലൈഫുള്ള ഒരു പ്ലാന്റാണ്. യെല്ലോ കളർ ഫ്ലവേഴ്സ് എപ്പോഴും തന്നെ വിരിയും. മറ്റ് മെലസ്റ്റോമകളിൽ നിന്നും യെല്ലോ മെലസ്റ്റോമയുടെ ലീഫ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാവരും മെലസ്റ്റോമേൻ്റെ കോംബോ വാങ്ങുമ്പോൾ ചോദിക്കാറുണ്ട് ഒരു ചെടി മാറിപ്പോയതാണോ എന്ന്. അല്ല, യെല്ലോ മെലസ്റ്റോമേൻ്റെ ലീഫ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മെലസ്റ്റോമേൻ്റെ പോട്ടിംഗ് മിക്സ്, ഈ പറയുന്ന ചെടികളുടെ എല്ലാത്തിൻ്റെയും പോട്ടിംഗ് മിക്സ് വരുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണ്, പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജൈവവളങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം. സ്നോ റോസാണ്. സ്നോ റോസും ഇതുപോലെ എപ്പോഴും തന്നെ പൂക്കൾ വിരിയും. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് സ്നോ റോസിൻ്റെ. നല്ല കൂൾ സ്മെല്ലാണ്. ഇത് നമുക്കൊരു ബോൺസായി ആക്കി മാറ്റാനും പറ്റുന്ന ഒരു ചെടിയാണ്. സ്നോ റോസിനെ പറ്റി മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്നോ റോസ് നമുക്ക് കുറച്ചൊന്ന് കെയർ ചെയ്ത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു മനോഹരമായ ബോൺസായി ആക്കി മാറ്റാൻ പറ്റും. നല്ല സുഗന്ധമുള്ള പൂക്കൾ എപ്പോഴും വിരിയുന്നൊരു ചെടിയാണ്. സ്നോ റോസാണ് സെക്കൻഡ് പ്ലാന്റ്. നോക്കിയേ, ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ചെറിയൊരു റെഡിഷ് കളറോട് കൂടിയ വൈറ്റാണ് കേട്ടോ, പ്യുവർ വൈറ്റ് അല്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇതുപോലെ കുറ്റിച്ചെടിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും. നല്ല മനോഹരമാണ് ഈ പ്ലാന്റ്. നല്ല സ്ട്രോങ് പ്ലാന്റാണ് കേട്ടോ. നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് DTDC കൊറിയർ വഴിയും അതുപോലെ പോസ്റ്റൽ വഴിയാണ്. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തേക്കും നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ ലീഫിന് ഒരു വൈറ്റ് കലർന്ന ഗ്രീൻ കളറാണ്. നമുക്ക് ആ ഗ്രീൻ ലീഫിൽ ചെറുതായിട്ടൊരു വൈറ്റ് പൗഡർ ഇട്ട പോലെ ഫീൽ ചെയ്യും. ദെൻ ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ്. കുറച്ച് ചെറിയ ഫ്ലവേഴ്സാണ്, ബട്ട് വിടർന്ന് കഴിയുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കൊലയായിട്ട് പൂക്കളുണ്ടാവും. നിറയെ പൂക്കുന്ന ചെടിയാണ്. അടുത്ത പ്ലാന്റ് പവിഴമല്ലിയാണ്. പവിഴമല്ലി ഒരു അത്യാവശ്യം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരുന്ന ലോങ് ലൈഫുള്ള ഒരു പ്ലാന്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് പവിഴമല്ലിയുടെ. അത്യാവശ്യം സുഗന്ധമുള്ള നല്ലൊരു പ്ലാന്റ്. അപ്പം പവിഴമല്ലിയാണ് അടുത്ത പ്ലാന്റ്. നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് നോക്കാം. ഗോൾഡൻ ഗാർഡേനിയാണ് കേട്ടോ. അടുത്ത ഐറ്റം ഗോൾഡൻ ഗാർഡേനിയ. നല്ല സുഗന്ധം പരത്തുന്ന ചെടിയാണ്. അതിൻ്റെ പൂക്കൾക്ക് നമ്മൾ ഒരു ചെടിയിൽ 2-3 പൂവുള്ളെങ്കിൽ പോലും അത് നമുക്കതിൻ്റെ ആ പരിസരത്ത് മുഴുവൻ നല്ല സുഗന്ധമായിരിക്കും. അപ്പം ഗോൾഡൻ ഗാർഡേനിയയും ഒരു നല്ല ഇതും നമുക്ക് വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് ബോൺസായി ആക്കി വളർത്താൻ പറ്റും. നല്ല രീതിയിലൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോൺസായി ആക്കി വളർത്താൻ പറ്റും. നല്ല ഏത് കാലാവസ്ഥയിലും സ്ട്രോങ് ആയിട്ട് വളരുന്നൊരു ചെടിയാണ് ഗോൾഡൻ ഗാർഡേനിയ. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 പ്ലാന്റ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. പ്ലാന്റ് അയച്ചു തരുന്നതാണ്. ചെടികൾ അവിടെ കിട്ടുമ്പോൾ അൺബോക്സ് ചെയ്യുമ്പം ഒരു വീഡിയോ എടുക്കണം. ഏതെങ്കിലും വിധത്തിൽ ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടും.